എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മീനാക്ഷിയോട് പറയാണ്. പിന്നീട് മീനാക്ഷി പറഞ്ഞ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടോ പൊട്ടിക്കരഞ്ഞിട്ടോ കാര്യമുണ്ടോ, ആരിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കാൻ പറയാണ്. അതെ, അതിന് തന്നെ ഞാൻ പോകാൻ പോകുന്ന മോളെ. അവൻ ഇങ്ങോട്ട് വരുന്നോണ്ട് എന്താ കുഴപ്പമിരിക്കണേ? അവൻ ഈ വീട്ടിൽ കഴിയേണ്ടവനല്ലേ? അവന്റെയും കൂടെ വീടല്ലേ ഇത്? അത് മാത്രമാണോ? അവൻ ഇവിടെ വന്ന് കഴിയുന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? രണ്ടുപേർക്കൂടെ കൊടുക്കാനുള്ള ആഹാരമൊക്കെ ഈ വീട്ടിലുണ്ട്. ബാലേട്ടൻ അതിനുള്ള ഭാഗ്യം ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവൻ ഇങ്ങോട്ട് വന്നാൽ എന്നാ കുഴപ്പം? അതിപ്പം അമ്മ മനസ്സ് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവന്റെ മനസ്സിലെ വിചാരം. അത് ശരിയാ, ഞാൻ കാരണം അവന്റെ ജീവിതം നശിച്ചു പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ കൂടപ്പുറപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവനെ ബലിയാടാക്കുമായിരുന്നു. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു പോയനും. പക്ഷേങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ഇതിനകത്ത് എനിക്കൂടെ പങ്കുണ്ടമ്മേ. ഞാനും കൂടെ ചേർന്നിട്ടല്ലേ ഈ കള്ളക്കളികളൊക്കെ കൂട്ടുകയെന്ന് ചോദിക്കുക. അത് ശരിയാ, പാവ ആര്യൻ ഒന്നും അറിയത്തില്ലാതെ ഇതിനകത്തേക്ക് ഈ ചതിക്കുടിയിലേക്ക് പോയി ചാടുമായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി ഞാൻ തന്നെയാ. എന്നിട്ടോ ഇപ്പോഴവന് കഷ്ടപ്പാടും ദുരിതം മാത്രമല്ലേ ഉള്ളൂ. എല്ലാത്തിനും ഉത്തരവാദി ഞാനാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്നെയല്ലേ ശിക്ഷിക്കണ്ടേ? എന്നിട്ടോ എന്റെ മോൻ അതിനെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുവെന്ന് പറയാം. അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ ഇനി ബീപ്പ് കൂട്ടണ്ട. ആനെ കൂട്ടിക്കൊണ്ട് വരാനാണെ പോയി കൂട്ടിക്കൊണ്ട് പോരെ. ആനെയും ഇത്രയും കൂട്ടിക്കൊണ്ട് വരെ. അവരിവിടെ താമസിക്കട്ടെ. എപ്പോഴാണെങ്കിലും അവരിങ്ങോട്ട് തിരികെ വരേണ്ടവരല്ലേന്ന് ചോദിക്കാം. അത് ശരിയാ, ഞാൻ വിളിച്ചാല് അവൻ വരുമോ മീനു എന്ന് ചോദിക്കുക. അമ്മ പോയി വിളിച്ചു നോക്ക്, ഉറപ്പായിട്ടും വരുമെന്ന് പറയാണ്. അങ്ങനെ ഗോമതിക്ക് ധൈര്യം കൊടുത്ത് മീനാക്ഷി പറഞ്ഞു വിടുവാണ്. ആ സമയം മിഥുനും അലോകും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മിഥുൻ അലോകിനോട് പറഞ്ഞു, നമ്മുടെ നമ്പർ 1 ശത്രു ആരാ? ആരിനാ? അവനെ ആദ്യം തീർക്കണമെന്ന് പറയണം. അലോക് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേങ്കില് എന്ത് ചെയ്യാനാന്ന് പറ. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി മാറിക്കൊണ്ടിരിക്കുവല്ലേന്ന് ചോദിക്കുക. അതൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കുന്ന കാര്യമുള്ളൂ എന്ന് പറയണം. അല്ല, എങ്ങനെ എന്ത് പണി ചെയ്യാന്നാ? അല്ല, അവന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. അവന് ഉച്ച വരെ ലോഡിങ് അവന് ജോലി. പക്ഷെ ആ സമയത്ത് അവന്റെ കൂടെ എപ്പോഴും ആളുണ്ടായിരിക്കും. പക്ഷെ അതിനുശേഷം ഡെലിവറി സമയത്ത് പോകുന്ന സമയത്ത് അവന്റെ കൂടെ ആരും ഉണ്ടാകത്തില്ല. ആ സമയം അവനെ നമുക്ക് തീർക്കാൻ എളുപ്പമാണെന്ന് പറയണം മിഥുന്. ഇത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ എങ്ങനെ തീർക്കും? നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് പറയണം. ഫുഡ് വരുത്തിയതുകൊണ്ട് അവനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ ചോദിക്കാം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവൻ ആ ഫുഡ് കൊണ്ടുവരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവനെ ഇല്ലാതാക്കാന്ന് പറയാം. അല്ല, അതിനകത്തൊരു ടെസ്റ്റ് ഉണ്ട് മിഥുനെ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ തന്നെ കൊണ്ടുവരണമെന്നില്ല, വേറെ ആരെങ്കിലോ കൊണ്ടുവരുന്നെങ്കിലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണികളെല്ലാം പാളിപ്പോയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടോ മിഥുൻ പറഞ്ഞു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൻ വരുന്നോടം വരെ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു തവണ ഞാൻ ഓർഡർ ചെയ്താൽ ഒരു തവണ അലോക് ഓർഡർ ചെയ്യണം. അങ്ങനെ മാറി 2 സ്ഥലത്ത് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. അവൻ വരുന്ന സമയത്ത് അവനെ വണ്ടി ഇടിപ്പിച്ച് തന്നെ തീർക്കണമെന്ന് പറയാം. അതാ പിന്നെ ആർക്ക് സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ. അത് ശരിയാ, നല്ല ഐഡിയ തന്നെ. ഇത് വർക്കാവൂലോ അല്ലേ? ഉറപ്പായിട്ടും വർക്കാവും. പിന്നെ എന്താ ഒരു കുഴപ്പമെന്ന് ചോദിക്കുക. ഈ സമയം അച്യുതപടന്മാരുടെ അടുത്തേക്ക് രാജശ്രീ വരുവാണ്. രാജശ്രീ വന്നിട്ട് ചോദിച്ചു, അതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ആ ആനന്ദന്റെ വിവാഹം മുടക്കണ്ടെന്ന് നിൽക്കും. അത് തന്നെയാ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പറയാ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ഉദയഭാനുവിന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറയണം. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. കല്യാണക്കാരെ എവിടം വരെ ആയി? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വല്ല ആലോചിച്ചോ? ഈ കല്യാണം നടന്നാൽ ശരിയാവത്തില്ല. അങ്ങനെയൊക്കെ 2 കത്തി അങ്ങോട്ട് വെക്ക്. അയാൾ വീഴുമല്ലോ നമുക്കറിയാന്ന് പറയണം. അത് ശരിയാ, അന്ന് അങ്ങനെ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞോണ്ട് അച്യുതൻ നേരെ ഉദയഭാനു നമ്പറിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു സ്ത്രീകളെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് അയാളല്ലേ, അച്യുതവർമ്മയല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്? ഓ, ആ കല്യാണം മുടക്കിയാണോ? കല്യാണം മുടക്കാൻ വേണ്ടി കാറും വിളിച്ച് ഇവിടെ വരുന്ന അവനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയണം. എന്റെ മനുഷ്യ, നിങ്ങൾ കോൾ എടുക്കാൻ പറയണം. എരി സ്ത്രീകളെ, ഇപ്പൊ നമ്മൾ കോൾ എടുത്തിട്ടുണ്ടെങ്കിലേ നമുക്കൊരു വിലയില്ലാതായി പോകുന്നു പറയണം. അതെന്താ മനുഷ്യ? എന്റെ മനുഷ്യ, കോള് കട്ടായി പോകുന്നതിന് മുമ്പ് എടുക്കുക. അങ്ങനെ ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് കോൾ അങ്ങോട്ട്. പെട്ടെന്ന് സ്ത്രീകളിച്ചു, നിങ്ങൾ എന്ത് പരിപാടി എന്റെ മനുഷ്യ കാണിച്ചേ? നിങ്ങൾക്ക് കോള് കട്ട് ചെയ്യേണ്ട വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവരെന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാനായിട്ട്? ഞാനൊരു ബിസിനസ്മാൻ ആണെന്നല്ലേ അവരുടെ വിചാരം. അപ്പൊ എന്തേലും തിരക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതിലപ്പുറം ഒന്നും ഇല്ലാന്ന് പറയാം. അത് മാത്രമല്ല, അയാൾ വിളിച്ച ഉടനെ നമ്മൾ കോൾ എടുത്താൽ നമ്മളൊരു പണിയും കൂലി ഇല്ലാതിരിക്കുന്നതെന്നല്ലേ അയാൾ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഞാൻ കോൾ എടുക്കായിരുന്നേ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് പറയാം. പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ആ സമയത്ത് അച്യുതവർമ്മ പറഞ്ഞു, അയാൾ കോള് കട്ട് ചെയ്തെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജശ്രീ പറഞ്ഞു, എന്തെങ്കിലും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബിസിനസ്മാൻ അല്ലേ, ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി അങ്ങോട്ട് വിളിച്ചു നോക്കുക. അപ്പൊ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാൻ പറയണം. ആ സമയം
ശ്രീകലെ ഉദയഭാനുവും സംസാരിച്ചുകൊണ്ടിരിക്കണ ഇടയ്ക്ക് ശ്രീകല പറഞ്ഞു ഇനിയിപ്പോൾ അയാൾ വിളിക്കത്തില്ലായിരിക്കും, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ? എന്ത് അത്യാവശ്യ കാര്യം? കല്യാണം മുടക്കാൻ വേണ്ടി വിളിക്കുന്നതാടി. അത്യാവശ്യക്കാരനാണെ കണ്ടോ, ഇപ്പൊ തന്നെ അയാൾ വീണ്ടും വിളിക്കും. അയാൾക്ക് കല്യാണം മുടക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ ഇപ്പൊ വിളിക്കുമെന്ന് പറയണം. പറഞ്ഞു നാവെടുത്തില്ല. അപ്പോഴേക്കും ഫോണിലേക്ക് കോൾ വന്നു. അത് അയാളായിരുന്നു. പിന്നീട് ഉദയഭാനു കോൾ എടുക്കുകയാണ്. ആ ഹലോ എന്ന് പറയണം. അതെ ഞാൻ അച്യുതവർമ്മയാന്ന് പറയണം. ആ പറഞ്ഞു വർമ്മ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അല്ല മുമ്പേ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ആ അതോ, അത് ഞാൻ ഫ്ലൈറ്റിലായിരുന്നു പറയണേ. ഫ്ലൈറ്റിലോ? എന്നിട്ട് ഫോൺ റിങ് ചെയ്തായിരുന്നല്ലോ. ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ആയിരിക്കില്ലേ, ഫോൺ റിങ് ചെയ്യത്തില്ലല്ലോ എന്ന് പറയണം. പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത്. സ്ത്രീകൾ പറഞ്ഞു ഈ മനുഷ്യന്റെ ഒരു കാര്യം. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു ഓ അതോ, അത് ഞങ്ങളുടെ ബിസിനസ്സുകാരെ ഒരു സ്ഥിര സ്വഭാവ. ഫ്ലൈറ്റിലാന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലൈറ്റിലാന്നാണോ അർത്ഥം? ഞാൻ വന്ന് എയർപോർട്ടിലേക്ക് വന്നിങ്ങനെ ഇറങ്ങുമായിരുന്നു, ആ സമയത്തെ വിളിച്ചേ, അതുകൊണ്ടാണ്. അറിയാലോ തിരക്കുകളും കാര്യങ്ങളൊക്കെ എത്രമാത്രമാണ്. ഈ സമയം സ്ത്രീകൾ അവിടെ കിടന്ന് വട ചായ എന്ന് വിളിച്ചു പറയണം. പെട്ടെന്ന് അച്യുതോർമ്മ ചോദിച്ചു, അല്ല ഇനിയിപ്പോ എയർപോർട്ടിലാണോ അതോ റെയിൽവേ സ്റ്റേഷനിലാണോ എന്ന് ചോദിക്കുക. അല്ല വട ചായ എന്നൊക്കെ പറയുന്നു കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബദ്ധം മനസ്സിലായ ശ്രീകലയ്ക്ക്. ആ സമയം ഉദയഭാൻ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ശ്രീകളുടെ മൂക്കിനിട്ട് ഇടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു ഓ ഇതാണ് ആ കാര്യം, നിങ്ങൾ ഇത് പറയാൻ വേണ്ടി വിളിച്ചാണോ? ഈ വടയും ചായം വിളിച്ചു പറയാൻ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. അതെ എന്റെ ബാഗ് നോക്കണോ എന്നെ നോക്കണോ എന്നൊരു കൺഫ്യൂഷൻ, ഞാൻ ഇവിടെ നിൽക്കുക. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാം. അല്ല ഇന്നാളെ ഞാൻ വീട്ടിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓ അതിനെക്കുറിച്ച്, കല്യാണത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് ചിന്തിക്കണം, ഒന്ന് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എന്ന് ഓർത്തിരിക്കുന്നത്. ഇടപെടിയെന്ന് അങ്ങനെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടുള്ളെന്ന് പറയണം. അത് കേട്ടത് അച്യുതോർമ്മയ്ക്കും രാശ്രീക്കൊക്കെ സന്തോഷം. അങ്ങനെ ഒരു കോള് കെട്ടി വേണം. ഈ സമയം കോള് വെച്ച് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു അയാളുടെ വിചാരയെ കല്യാണം മുടങ്ങൂന്ന, വെറുതെയാ. എത്ര നാളെ കഷ്ടപ്പെട്ടാന്നറിയോ ബാലിനെ പോലെ ആളുടെ കുടുംബത്തിലേക്ക് എന്റെ മോളെ കയറ്റി വിടാൻ എനിക്ക് പറ്റുന്നേ. അപ്പോഴാണ് അയാൾ കല്യാണം മുടക്കാനായിട്ട് വരുന്നേ. ഈ സമയം ശ്രീകല പറഞ്ഞു ശരി ശരി ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് എല്ലട്ടെ എന്ന് പറയാം. നിനക്കെന്താ അടുക്കള കാര്യം? ഓ കോഴിക്കോട്ടെ ഉണ്ടാക്കാനേ. ഉഷ് എന്റെ ദൈവമേ, ഈ കോഴിക്കോട്ടെ കണ്ടുപിടിച്ച ആരാണോ പോലും അവളുടെ ഒരു കോഴിക്കോട്ടെ എന്ന് പറയണേ. ആ സമയം ഗോമതി ഓട്ടോറിക്ഷ പോവാണ്. അപ്പൊ ആ പോകുന്ന വഴിക്കൊക്കെ ആയനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എങ്ങും ആയനെ കണ്ടില്ല. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. അത് ഗോമതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നീട് ശ്രീകല നേരെ അടുക്കളയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീവിദ്യയും ശ്രീദേവിയും കൂടെ. അപ്പൊ ശ്രീദേവിയാണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകല വന്ന് നോക്കി നിന്നിട്ട് പറഞ്ഞു ഇതാണോ കുഴ, നന്നായിട്ട് അങ്ങോട്ട് കുഴക്കടി, മെയ് ആണെങ്കിൽ ജോലി ചെയ്യാൻ പറയണം. അമ്മ ഞാൻ നന്നായിട്ട് പരുവത്തിന് കുഴച്ചിട്ടുണ്ട്, ഇതൊന്നും പോരാ, നല്ല മയം വേണമെന്ന് പറയണം. എന്നിട്ട് ശ്രീകല കാണിച്ചു കൊടുക്കണം ഇങ്ങനെ നല്ല മയം വേണം. എന്നിട്ട് എടുത്തിട്ട് കയ്യിലേക്ക് പരത്തിയിട്ട് അതിനകത്തേക്ക് ശർക്കരയും തേങ്ങ വെക്കണം. പറഞ്ഞ മനസ്സിലായോ? എന്റെ അമ്മ എന്നെ കൂടെ ഒന്നും പറ്റത്തില്ല. എടി നാളെ വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും? ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കണ്ടേ? ഓ അപ്പൊ എന്നെ വേലക്കാരിയായിട്ട് വിടുന്നതാണെന്ന് നിൽക്കും. വേലക്കാരിയല്ല, ഇത്രയും വരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാലോ. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു. ഉദയഭാനു അങ്ങോട്ട് വന്നു. ശ്രീദേവി പറഞ്ഞു അച്ഛാ ഈ അമ്മ പറയുന്ന കേട്ടോ, എന്റെ മോളെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എന്നെ അങ്ങോട്ട് വിട്ടേരെ, ഞാൻ അങ്ങോട്ട് പോവാ, അവളുടെ ഒരു കോഴിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. ശ്രീദേവി പറഞ്ഞു എന്റെ അമ്മേ ഈ കോഴിക്കോട്ടെ പരിപാടി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും നോക്കിയാലോ? വേറെ ഒന്നുമില്ല, മര്യാദയ്ക്ക് നീ ഇതങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയണ. ശ്രീവിദ്യ അവിടെ നിന്ന് ചിരിക്കുകയാണ് ഈ സമയത്ത്. പിന്നീട് ഗോമതി നേരെ ആര്യനെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടില്ല. അവസാനമാണ് ഗോമതി ആ കാഴ്ച കാണുന്നത്. ഗോമതിയുടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആര്യനെ കണ്ടത്. പെട്ടെന്ന് ഓട്ടോറിക്ഷ നിർത്താൻ പറഞ്ഞിട്ട് ഗോമതി ചാടി ഇറങ്ങി ചെന്ന് മോനേന്ന് വിളിക്കുകയാണ്. ഈ വിളിയച്ച കേട്ടതും ആര്യൻ തിരിഞ്ഞു അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കണം എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് സുഖമല്ലേന്ന് ചോദിക്കും. അതെ എനിക്ക് സുഖമെന്ന് പറയണം. മോനോ എനിക്ക് സുഖം അമ്മയെന്ന് പറയാം. അല്ല മോനെ നീ എന്താ അങ്ങോട്ടേക്ക് വരാത്തേന്ന് ചോദിക്കുക. എന്ത് വീട്ടിലേക്ക് വരാത്തെ? അതോ അമ്മയ്ക്കറിയാലോ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ഒരു താല്പര്യം ഇല്ലെന്ന് പറയാണ്. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? നിന്റെ വീടില്ലേത്? എന്റെ വീടൊക്കെ തന്നെയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല, അത്രമാത്രം. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഞങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. മോനെ ഞാൻ കാരണമല്ലേ നീ ഇങ്ങനെ ഈ ചുമട് താങ്ങേണ്ട വന്നേ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഓരോ കാര്യങ്ങളും വിധിച്ചിട്ടുണ്ടമ്മേ, അത് അതുപോലെ നടക്കത്തുള്ളൂ. നീ ആകെപ്പാടെ ക്ഷീണിച്ച് അവശനായി പോലടാ, ഫുഡൊന്നും നേരം വേണം കഴിക്കുന്നില്ലേന്ന് ചോദിക്കും. ഞാൻ കഴിക്കുന്നുണ്ടമ്മേ, എന്നാലും നീ കഴിക്കണില്ല എനിക്കറിയാം, നീ വീട്ടിലേക്ക് വരാൻ പറയണം. അല്ല മിത്രമോൾ അവിടെ ഇല്ലേന്ന് ചോദിക്കുക. അവളുണ്ട്, അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് നീ വീട്ടിലേക്ക് വരാൻ പറയണം. ഇത് കേട്ടതും ആര്യം പറഞ്ഞില്ലമ്മ ഞാൻ വരത്തില്ല എന്ന് പറയണം. അമ്മ വീട്ടിലേക്ക് വരാൻ പറയാണ്. ഞാൻ വീട്ടിലേക്ക് വരാനാ? അതെ അതെ അതൊന്നും വേണ്ട മോനെ, നീ വീട്ടിലേക്ക് വന്നാൽ മതി. നീ ഒന്ന് ഓർത്തു വയ്ക്കുക, അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനിയിപ്പൊ ഞാൻ ദേവമംഗലത്തേക്ക് അടുത്ത് വെക്കാൻ പോകുന്നില്ല. അങ്ങനെ വെക്കണമെങ്കിൽ അച്ഛനെന്നെ നേരിട്ട് വന്ന് വിളിക്കണം. നേരിട്ട് വന്ന് വിളിച്ചാൽ മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന് പറയാം. എടാ മോനെ നിങ്ങൾ അച്ഛനും മോനെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും എന്റെ ഇടയ്ക്ക് കിടന്ന്? പക്ഷെ എനിക്ക് വെച്ചാൽ ആത്മാഭിമാനമുള്ള കൂട്ടത്തിലല്ലേ അമ്മേ. പിന്നെ ഈ ജോലികളൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ആസ്വാദനത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല.
പിന്നെ ആരുടെ കയ്യെ കാലെ പിടിച്ച് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് കെഞ്ചേണ്ട കാര്യമില്ലല്ലോ. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അതല്ലമ്മേ. പിന്നെ പഠിത്തത്തിന്റെ കാര്യം, അതെനിക്ക് മിത്രനെ പഠിപ്പിച്ച് നല്ലൊരാളാക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതോടൊപ്പം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടോ ഗോമതി, അപ്പം നീ വീട്ടിലേക്ക് വരത്തില്ലല്ലേ എന്ന് ചോദിക്കുക. ഇല്ലമ്മേ. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൻ വിളിച്ചു, സമയമായെന്ന് പറയണം. അതായത് ഞാൻ പോയിക്കോട്ടെ, സമയമായി, ഇന്നലെ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് ഗോമതി നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.